ഇന്ത്യയുടെ അതിവേഗ ക്രൂയിസ് മിസൈൽ സംവിധാനമായ ബ്രഹ്മോസ് അതിവേഗം അന്താരാഷ്ട്ര വിപണി നേടുകയാണ്. ഏറ്റവും ഒടുവിലായി ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ വാങ്ങുന്നതിനായി ഇന്ത്യയുമായി ഇന്തോനേഷ്യ ധാരണയിലെത്തിയിരിക്കുകയാണ്. ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ റിക്കാർഡോ സിറൈറ്റ് ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ സ്ഥിരീകരിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടന്ന ചർച്ചകൾക്കൊടുവിലാണ് കരാർ രൂപം കൊണ്ടത്. 2023 ഇന്ത്യയും റഷ്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് ഇന്തോനേഷ്യയുമായി $200 മുതൽ $350 ദശലക്ഷം വരെയുള്ള കരാറിനായി ചർച്ചകൾ നടത്തുകയാണെന്ന് അറിയിച്ചിരുന്നു. പുതിയ കരാർ ഇന്തോനേഷ്യയുടെ സൈനിക ശേഷി നവീകരണ പദ്ധതികളിലെ നിർണായക ഘട്ടമായി കണക്കാക്കപ്പെടുന്നു. പ്രത്യേകിച്ച് മിസൈൽ സാങ്കേതിക വിദ്യയിൽ ബ്രഹ്മോസ് പോലുള്ള സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നു എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനങ്ങളിലൊന്നാണ് ബ്രഹ്മോസ്. അതിവേഗവും ഉയർന്ന കൃത്യതയും ഉള്ളതിനാൽ ഇത് ദേശീയ സുരക്ഷയ്ക്ക് തന്ത്രപ്രധാനമായ ആയുധമായി പരിഗണിക്കപ്പെടുന്നുണ്ട്. കര, കടൽ, വായു എന്നീ തലങ്ങളിൽ വിക്ഷേപിക്കാൻ കഴിയുന്ന ശേഷിയും ഈ മിസൈലിന്റെ പ്രത്യേകതയാണ്. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിൽ ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ പ്രധാന ആക്രമണ ആയുധമായി വിന്യസിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ നിയന്ത്രിത പ്രദേശങ്ങളിലെയും ഭീകരതാവളങ്ങളിലെയും ലക്ഷ്യങ്ങളെ കൃത്യമായി തകർക്കാൻ ഈ മിസൈലുകൾ ഉപയോഗിക്കുകയുണ്ടായി. മെച്ചപ്പെടുത്തിയ സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും ബ്രഹ്മോസ് വിക്ഷേപിച്ചത്. അതിവേഗവും കൃത്യതയും കാരണം റൺവേകൾ, കമാൻഡ് സെന്ററുകൾ, ശക്തമായ പ്രതിരോധ കേന്ദ്രങ്ങൾ എന്നിവയെ തകർക്കാൻ ഇതിന് സാധിച്ചു. ഇത് ഇന്ത്യൻ സായുധ സേനയുടെ തന്ത്രപ്രധാന ആക്രമണശേഷിയും പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയും ലോകത്തിനു മുന്നിൽ പ്രകടമാക്കിയതായി വിലയിരുത്തപ്പെടുന്നു. ഇതിനു മുമ്പ് $375 ദശലക്ഷം വിലമതിക്കുന്ന കരാറിൽ ഫിലിപ്പീൻസിന് ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ നൽകാൻ ധാരണയിലെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ആദ്യ ബാച്ച് കൈമാറിയത്. ഇന്ത്യൻ വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളിലൂടെ മിസൈലുകളും ലോഞ്ചറുകളും ഫിലിപ്പീൻസിലേക്ക് എത്തിക്കുകയുണ്ടായി. ദക്ഷിണ ചൈന കടലിൽ ചൈന സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കരാർ ശ്രദ്ധേയമാകുന്നത്. അതേസമയം വിയറ്റ്നാമും ഇന്ത്യയുമായി ബ്രഹ്മോസ് മിസൈൽ സംവിധാനങ്ങൾ വാങ്ങുന്നതിനായി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വളരുന്ന സാഹചര്യത്തിൽ ബ്രഹ്മോസ് മിസൈൽ സംവിധാനം ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രതിരോധ ഉൽപ്പന്നമായി മാറുന്നു എന്നതാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.